കൈക്കൂലി വാങ്ങുന്നതിനിടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ പിടിയിലായിരിക്കുന്നു. അലക്സ് മാത്യുവിനെയാണ് വിജിലൻസ് അറസ്റ്റ് ചെയ്ത് ലോഡ് ലഭിക്കാനായി പണം നൽകണമെന്ന് പലതവണ ആവശ്യപ്പെട്ടതായി പരാതിക്കാരൻ മനോജ് പറയുന്നു. മനോജിന്റെ വാക്കുകളിലേക്ക് ആദ്യം. തീരെ നിവൃത്തിയില്ലാതെയാണ് ഇത്രയും ഉയർന്ന പോസ്റ്റിലിരിക്കുന്ന ഒരാൾക്കെതിരെ ഞാൻ പരാതി കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു, സാർ ഇനി എൻ്റെ അടുത്ത് ചോദിക്കരുത്, എൻ്റെ ഇത്രയേ ഉള്ളൂ, അത് ഉള്ള ഇടന്ന് പറഞ്ഞ് പുള്ളി പിടിച്ചു വാങ്ങിച്ചങ്ങ് പോക്കറ്റ് വെക്കുകയാണ് ചെയ്തത്. ഇത്രയും പൈസയോട് ആക്രാന്തമുള്ള ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല. ഇദ്ദേഹത്തെ പോലെ ഒരാൾ ഇന്ത്യൻ ഓയിലില്ല. 2 ലക്ഷം രൂപ പുള്ളി എൻ്റെ ഉണ്ടായിരുന്നു. അത് ഇന്നത്തെ കളക്ഷൻ ഞാൻ കുറച്ച് നേരത്തെ വന്നപ്പോൾ എടുത്തുകൊണ്ട് വന്നു. 10 ലക്ഷം രൂപയാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. അത് ഞാൻ കൊടുക്കാൻ ഒക്കൂല എന്ന് പറഞ്ഞപ്പോൾ പുള്ളി കുറച്ച് കസ്റ്റമർ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു. പക്ഷേ ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന ഉദ്യോഗസ്ഥനും അറിയില്ല ഇങ്ങനെ ഒരു നാടകം ഇതിന്റെ പിന്നിൽ നടക്കുന്നത്. അജീഷ് ജയകുമാർ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അജീഷ്, ഈ കൈക്കൂലിക്കാരൻ വലയിലാവുന്നത് എങ്ങനെ? അജീഷ്, റീജിത്ത്, ഈ ഡീലർ, അതായത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഡീലർ, വൃന്ദാവനം ഇന്ത്യൻ സർവീസിന്റെ ഡീലർ മനോജ് കൊല്ലം കടക്കലിലാണ് ഇദ്ദേഹത്തിന്റെ ഏജൻസി ഉള്ളത്. ഇദ്ദേഹം തിരുവനന്തപുരം കവടിയാർ സ്വദേശിയാണ്. ഇദ്ദേഹത്തിന്റെ സ്റ്റോക്കുകൾ നൽകുന്നത് ഈ IOCയുടെ എറണാകുളം DGM ആയിട്ടുള്ള അലക്സ് മാത്യു ആണ്. ഇദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് എത്ര ലോഡ് അടക്കമുള്ള കാര്യങ്ങൾ നൽകണമെന്നുള്ള തീരുമാനിക്കുന്നത്. ഇതനുസരിച്ചിട്ട് മുമ്പും ഇയാൾ പലതവണ കൈക്കൂലി നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഈ സമീപകാലത്തായിട്ട് ഇയാൾ 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടുവെന്നാണ് മനോജ് പറയുന്നത്. ഈ 10 ലക്ഷം രൂപ നൽകിയില്ലെങ്കിൽ ഈ ഏജൻസിയിലെ ജീവനക്കാരെ സ്ഥലം മാറ്റുമെന്ന് ഭീഷണിപ്പെടുത്തി. ഈ സ്ഥലം മാറ്റിക്കഴിഞ്ഞാൽ ഇയാളുടെ ഏജൻസിയിലേക്ക് വരുന്ന ലോഡിൻ്റെ എണ്ണം കുറയും, ഇയാളുടെ കച്ചവടം കുറയും, സ്ഥാപനം മോശമായ നിലയിലേക്ക് മാറും. അതുകൊണ്ടാണ് ഈ കൈക്കൂലി നൽകാമെന്ന് തീരുമാനിക്കുകയും 2 ലക്ഷം രൂപ ആദ്യം കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തത്. ആദ്യം CBI ആയിരുന്നു സമീപിച്ചത്. CBI ആണ് പറഞ്ഞത് വിജിലൻസിനെ വിവരം അറിയിക്കാൻ നിർദ്ദേശിച്ചത്. തുടർന്നാണ് തിരുവനന്തപുരം വിജിലൻസ് യൂണിറ്റിനെ വിവരം അറിയിച്ചത്. അവരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു 2 ലക്ഷം രൂപ കൊടുക്കാൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് ഈ അലക്സ് മാത്യു ഈ മനോജിന്റെ കവടിയാറുള്ള വീട്ടിലേക്ക് വരുന്നത്. ഈ 2 ലക്ഷം രൂപ കൈമാറുന്നതിനിടയിലാണ് വിജിലൻസ് സംഘം പിടികൂടിയിട്ടുള്ളത്. വിജിലൻസ് DYSPയുടെ നേതൃത്വത്തിലാണ് അലക്സ് മാത്യുവിനെ പിടികൂടിയിട്ടുള്ളത്. ഇയാൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ എറണാകുളം ഡെപ്യൂട്ടി ജനറൽ മാനേജറാണ്. എന്തായാലും ഈ അലക്സ് മാത്യുവിനെ വിജിലൻസ് സംഘം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ നടപടിക്രമങ്ങൾ ഇപ്പോഴും നടന്നു വരികയാണ്. ശരി, അജീഷ് ജയകുമാർ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്.